ഈ ഞാൻ പരിചയപ്പെടുന്ന പുസ്തകങ്ങളൊക്കെയും തന്നെ ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ വേൾഡിൽ തന്നെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യണം, കുറെ കൂടെ പഠിക്കണം, പേഴ്സണാലിറ്റിയെ കുറെ കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം, ലേൺ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റിയുള്ള കുറച്ച് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബുക്സ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. 5 പുസ്തകങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റുകളുള്ള പുസ്തകങ്ങളാണ്. അതിലൊന്നാമതായിട്ട് റോബിൻ ശർമ്മ എഴുതിയിട്ടുള്ള നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്നുള്ള പുസ്തകമാണ്. ഞാൻ 2 വർഷമായിട്ട് ഇത് വായിക്കുന്നുണ്ട്. വു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു മലയാളം പതിപ്പാണ് ഈ പുസ്തകം. ആണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാ ആളുകൾക്കും പരിചയം ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും ഈ വാക്ക് കേൾക്കാതെ, പുസ്തകത്തെ പറ്റി കേൾക്കാതെ പോയിട്ടുണ്ടാവില്ല. റോബർട്ട് ടി കിയോസ്കി എഴുതിയിട്ടുള്ള അടിപൊളി പുസ്തകമാണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ ആകെപ്പാടെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റാണ് അതിൽ ഉള്ളത്. പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് എൻ്റെ കയ്യിലുള്ളത് മലയാളം പതിപ്പാണ് കേട്ടോ. നമ്മൾ കുറേ കൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള കണ്ടന്റ് നമ്മൾ ഡെയിലി 1% ബെറ്റർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും, 1% ബെറ്റർ ആകുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ അത്രത്തോളം ബെറ്റർ ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. അത് ഓരോ പേജസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവും എന്നുള്ളതാണ് കേട്ടോ. ഇത് ഹൗ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളതാണ്. അടിപൊളി പുസ്തകമാണ്. നമുക്ക് ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആളുകളോട് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പുസ്തകം നമ്മുടെ 5 AM ക്ലബ്ബാണ് കേട്ടോ. പ്രഭാതത്തെ സ്വന്തമാക്കുക, ജീവിതം ശ്രേഷ്ഠമാക്കുക എന്നുള്ളതാണ് റോബിൻ ശർമ്മ നമ്മളോട് പറയുന്നത്. 5 AM ക്ലബ്ബിൽ നമ്മൾ ഇതൊരു ക്ലബ്ബ് തന്നെയാണ് സത്യത്തിൽ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡിക്റ്റ് ആവും. ഓരോ ദിവസം നമ്മളിത് വായിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും 1% ബെറ്റർ ആവും എന്നുള്ളത് തന്നെയാണ്.